രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈയിടെ നാവികസേനയുടെ ഏത് അന്തർവാഹിനിയിലാണ് സഞ്ചരിച്ചത്? ഉത്തരം INS ബഷീർ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കം ഏത്? ഉത്തരം ചൈനയിലെ ടിയാൻഷൻ ഷെൻഗിൽ ടണൽ. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം സംഗീത ബറുവ പിഷാരോട്ടി. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാര്? ഉത്തരം സുപ്രിയ സാഹു. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ടാക്സി പ്രവർത്തനം തുടങ്ങിയതെവിടെ? ഉത്തരം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആര്? ഉത്തരം ദിയ ബിനു പുളിക്കണ്ടം, കോട്ടയം ജില്ലയിലെ പാലാ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതെവിടെ? ഉത്തരം CMS കോളേജ് ക്യാമ്പസ്, കോട്ടയം. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2025 ഡിസംബർ 26 100ാം പിറന്നാൾ ആഘോഷിച്ചത്? ഉത്തരം CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1925 ഡിസംബർ 26 കാൺപൂർ സമ്മേളനത്തിലാണ് പാർട്ടി രൂപം കൊണ്ടത്. ഹൊസെ അന്റോണിയോ കാസ്റ്റ് ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ പുതിയ പ്രസിഡന്റാണ്? ഉത്തരം ചിലി. ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആര്? ഉത്തരം കേരളം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥം ഏത്? ഉത്തരം അളകനന്ദ. കാലാവസ്ഥാ പഠനത്തിനായി ബെലറൂസ് പറത്തുന്ന ബലൂണുകൾ കൊണ്ടുള്ള ശല്യം കാരണം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അയൽ രാജ്യമേത്? ഉത്തരം ലിത്വാനിയ. ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ സംസ്ഥാന മുഖ്യമന്ത്രിയാര്? ഉത്തരം ബീഹാറിലെ നിതീഷ് കുമാർ. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയാണ്.